ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് പീസിലാണ് എടുത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്ര സ്പൈസ് വേണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി കുറവായിരിക്കും. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളി, അതുപോലെ സവാള 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു ക്യാപ്സിക്കാണ്. അതിൻ്റെ ഹാഫ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഹാഫ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. 4 പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തക്കാളിയും ഉള്ളിയും ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിക്കെട്ടിക്കോളും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ എടുത്ത് മിക്സിയിൽ അരക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള തക്കാളി, അതുപോലെ ക്യാപ്സിക്കം, ഉള്ളി, ഇഞ്ചി ഇതൊക്കെ എടുത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള സവാളയും അതുപോലെ തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി അതൊക്കെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല തിക്നെസ്സും കിട്ടും. തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ജീരകമാണ്. കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായി പേസ്റ്റായി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചിട്ട്. അപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഗ്രേവി വരുന്നത്. അതിനുശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചേർക്കേണ്ടത് കസൂരിമേത്തിയാണ്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ്. അതുപോലെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറും നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ചിക്കൻ കറിയിലും അതുപോലെ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും അതിലൊക്കെ ഈ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അതിനുശേഷം അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അതുപോലെ കറക്റ്റ് ഈ ഒരു അളവിൽ എടുക്കണമെന്നൊന്നുമില്ല. മസാലപ്പൊടികളൊക്കെ ആകെ ചേർക്കുന്നത് ഗരം മസാലയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്.
ചപ്പാത്തി, റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.